Welcome back to another lecture of Engineering Thermodynamics, and in this class we'll be discussing various equations related with change in entropy. പല പ്രോസസ്സുകളിലും ചേഞ്ച് ഇൻ എൻട്രോപ്പിയുടെ ഇക്വേഷൻസ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ ഡെറിവേഷൻ ഉണ്ട്, അതായത് 5 പ്രോസസ്സ് വളരെ എളുപ്പത്തിൽ തീരും. ആ ഡെറിവേഷൻസ് നിങ്ങൾ ഓർത്തു വെക്കുന്നത് നല്ലതാണ്. ഒരു യൂണിവേഴ്സിറ്റിയിലൊക്കെ ഒരു പ്രാവശ്യമൊക്കെ ഒരു ഡെറിവേഷൻ ചോദിച്ചിട്ടുണ്ട്. സോ ഫസ്റ്റ് വി വിൽ ഡിസ്കസ് ദ ഡെറിവേഷൻസ്, എന്നിട്ട് യൂണിവേഴ്സിറ്റിയിൽ ചോദിച്ചത് ഏതാണെന്നുള്ളത് നമുക്കൊന്ന് നോക്കുകയും ചെയ്യാം. ഓക്കെ, സോ ഇൻ ദിസ് ക്ലാസ് വിൽ ബി ഡിസ്കസിങ് ഓൺ entropy change. Entropy change of ideal gas. ഒരു റിയൽ ഗ്യാസ് എടുക്കുമ്പോൾ വേറെ ഒരുപാട് അസംഷൻസ് നമ്മളില്ല. റിയൽ കേസസ് ആകുമ്പോൾ ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പോൾ ഒരു ഐഡിയൽ ഗ്യാസിൻ്റെ എൻട്രോപ്പി ചേഞ്ച് എന്തൊക്കെയാണെന്നാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഐഡിയൽ ഗ്യാസിൻ്റെ എൻട്രോപ്പി ചേഞ്ച് എന്ന് പറയുമ്പോൾ പല പ്രോസസ്സിനും പല എൻട്രോപ്പി ചേഞ്ച് ആയിരിക്കും. അപ്പോൾ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പ്രോസസ്സുകൾ എന്ന് പറഞ്ഞാൽ ഒന്ന് ഒരു കോൺസ്റ്റൻറ്റ് വോളിയം പ്രോസസ്സ് ആയിരിക്കും, കോൺസ്റ്റൻറ്റ് വോളിയം പ്രോസസ്സ്. പിന്നെ കോൺസ്റ്റൻറ്റ് പ്രഷർ പ്രോസസ്സ് ആയി കഴിഞ്ഞാൽ, കോൺസ്റ്റൻറ്റ് പ്രഷർ ആണെങ്കിൽ എന്താണ് എന്നതാണ് നമ്മൾ അടുത്ത് പറയാൻ പോകുന്നത്. പിന്നെ നമ്മൾ അടുത്തൊരു പ്രോസസ്സായിട്ട് നമുക്കിതിൽ ഡിസ്കസ് ചെയ്യാനുള്ളത് ഐസോതെർമൽ പ്രോസസ്സ് ഉണ്ട്. ഐസോതെർമൽ പ്രോസസ്സ് ഇതൊക്കെ നിങ്ങൾക്ക് അറിയാലോ. ഐസോതെർമൽ എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ കോൺസ്റ്റൻറ്റ് പ്രഷർ ആണെങ്കിൽ ഐസോബാറിക്, കോൺസ്റ്റൻറ്റ് വോളിയം ആണെങ്കിൽ ഐസോകോറിക്. ഇതൊക്കെ നമ്മൾ ഇനീഷ്യൽ ക്ലാസ്സുകളിൽ പഠിച്ചു കഴിഞ്ഞതാണ്. ഐസോബാറിക് ഫോർ കോൺസ്റ്റൻറ്റ് പ്രഷർ ആൻഡ് ഐസോകോറിക് ഫോർ കോൺസ്റ്റൻറ്റ് വോളിയം. ഐസോതെർമൽ പ്രോസസ്സ് ഉണ്ട്. പിന്നെ നമുക്ക് ഐസെൻട്രോപ്പിക് പ്രോസസ്സ് ഉണ്ട്. ഐസെൻട്രോപ്പിക്കിൻ്റെ വേറൊരു പേരാണ് റിവേഴ്സിബിൾ അഡിയബാറ്റിക് പ്രോസസ്സ്. And the last one we will be discussing will be for polytropic process. ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള 5 ഡിഫറെൻറ്റ് പ്രോസസ്സുകൾ ഏതൊക്കെയാണ്, ആ പ്രോസസ്സുകളിലൊക്കെയുള്ള എൻട്രോപ്പി ചേഞ്ച് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, സോ ഇത് ഡിസ്കസ് ചെയ്യുന്നതിന് മുന്നേ ആദ്യം നമ്മൾ ഒരു ക്ലോസ്ഡ് സിസ്റ്റത്തിൽ എന്തായിരിക്കും എൻട്രോപ്പി ചേഞ്ച് എന്നാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഒരു ക്ലോസ്ഡ് സിസ്റ്റത്തിലുള്ള എൻട്രോപ്പി ചേഞ്ച്. സോ എൻട്രോപ്പി ചേഞ്ച് of gas in a closed system or in closed system. Closed system എന്താണെന്ന് നിങ്ങൾക്ക് അറിയാലോ, മാസ് ട്രാൻസ്ഫർ ഇല്ല, എനർജി ട്രാൻസ്ഫർ മാത്രമുള്ള ഒരു സിസ്റ്റം. സോ ആദ്യം എൻട്രോപ്പി ചേഞ്ച് ഓഫ് ഗ്യാസ് ഇൻ എ ക്ലോസ്ഡ് സിസ്റ്റം. എന്താണ് ഒരു ക്ലോസ്ഡ് സിസ്റ്റത്തിലുള്ള എൻട്രോപ്പി ചേഞ്ചിൻ്റെ ഇക്വേഷൻ എന്നാണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത്. സോ നമുക്കറിയാം, സോ ഇതിൻ്റെ സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത് ബൈ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് പ്രകാരം എനിക്കറിയാവുന്ന ഒരു കാര്യം എന്താണ്, dq is equal to du plus dw എന്നാണ്. ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിൻ്റെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷനാണ്. അപ്പോൾ എനിക്ക് ഡിയുവിനെ എങ്ങനെ എഴുതാം? du is a change in internal energy. എനിക്ക് എങ്ങനെ എഴുതാം? cv dt പ്ലസ് dw ചേഞ്ച് ഇൻ വർക്കിന് നമുക്ക് എന്ത് ചെയ്യാം? pdv വർക്ക്, p ഇൻറ്റു dv എന്ന് നമുക്ക് എഴുതാം. എഴുതിക്കൂടെ? ദാറ്റ് ഇസ് ഈക്വൽ ടു dq. ഇനി ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും ഞാൻ ടെമ്പറേച്ചർ വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഓക്കെ, ഐ എം ഡിവൈഡിങ് ബോത്ത് സൈഡ്സ്. LHS ആൻഡ് RHS is divided by T. സോ അടുത്ത സ്റ്റെപ്പ് ഞാൻ T കൊണ്ട് ഡിവൈഡ് ചെയ്യാണ് ബോത്ത് LHS ആൻഡ് RHS. So I will get the equation as dq by T, that is equal to cv dt by T plus pdv by T. ക്ലിയർ ആണല്ലോ? എളുപ്പമാണ്, വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് ക്ലാസ്സിലിരിക്കുകയാണ്, നിങ്ങൾക്കത് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റും. സ്റ്റാർട്ടിങ് ഇക്വേഷൻ എപ്പോഴും ശ്രദ്ധിക്കുക. ഇവിടെ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് എപ്പോഴും ഒരു ഓർമ്മയാണ്. dq equal to du plus dw. ഇനി നമ്മൾ ഇവിടെ വരെ എത്തി അല്ലേ? ഇനി നമുക്കറിയാം dq by T എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ്? നമ്മളൊരു ഐഡിയൽ ഗ്യാസിനാണ് നമ്മൾ നോക്കുന്നത്. സോ dq by T വിൽ റെപ്രസെന്റ് ദി എൻട്രോപ്പി ചേഞ്ച്. നമ്മൾ പഠിച്ചു dq by T എന്ന് പറഞ്ഞാൽ
ചേഞ്ച് ഇൻ എൻട്രോപ്പി ആണ്. ദാറ്റ് ക്യാൻ ബി റിട്ടേൺ ആസ് ds. സോ dq by t എന്ന് പറഞ്ഞത് എനിക്ക് എങ്ങനെ എഴുതാം? ഐ ക്യാൻ റൈറ്റ് ദിസ് ഡൗൺ ആസ് ds. ക്ലിയർ ആണല്ലോ? ബിക്കോസ് ds ഈസ് ഈക്വൽ ടു dq by t. ഓക്കെ, ഒരു ഐഡിയൽ കേസാണ് നമ്മൾ നോക്കുന്നത്. സോ dq ഈസ് ഈക്വൽ ടു ds by t ആണെന്നുള്ള റീസണിങ് വെച്ചിട്ട് നമ്മൾ ഇത് ഈക്വൽ ടു ds എന്ന് ഇട്ടു. ആൻഡ് that is equal to cv into dt by t, cv into dt by t plus p dv by t നെ നമ്മളൊന്ന് റീഅറേഞ്ച് ചെയ്യണം. റീഅറേഞ്ച് ചെയ്യാന്ന് പറഞ്ഞാൽ ഇവിടെ ഡിഫറൻഷ്യൽ വോളിയമാണ് അല്ലേ, അല്ലെങ്കിൽ സ്പെസിഫിക് വോളിയമാണ്. പക്ഷെ ഇവിടെ പ്രഷറും ടെമ്പറേച്ചറും ആണ്. അപ്പോൾ ഈ ഒരു വിയുടെ ടേംസിലാക്കുന്ന രീതിയിൽ നമുക്ക് എന്ത് ചെയ്യണം? ഇതിനൊന്ന് റീഅറേഞ്ച് ചെയ്യണം ഈ p by t നെ. അപ്പോൾ നമുക്കറിയാം, ഓൾറെഡി നമുക്കറിയാം ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ പ്രകാരം പി വി ഈസ് ഈക്വൽ ടു ആർ ടി ആണ് അല്ലേ. സോ പി ബൈ ടി കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? പി ബൈ ടി വിൽ ബി, ഈ വിനെ താഴെ കൊണ്ടുവന്നാൽ ഇറ്റ് വിൽ ബി ആർ ബൈ വി അല്ലേ. സോ പി ബൈ ടിക്ക് പകരം എനിക്ക് എന്ത് ചെയ്യാം? ആർ ബൈ വി എന്ന് എഴുതാം. സോ ദെൻ ഐ ക്യാൻ റൈറ്റ് ഡൗൺ ആർ ഇൻറ്റു ഡി വി ബൈ വി. ക്ലിയർ ആണല്ലോ? ആർ ഇൻറ്റു ഡി വി ബൈ ഡി. ഇനി ഈ ഇക്വേഷന് ഞാൻ എന്ത് ചെയ്യണം? ഇൻ്റഗ്രേറ്റ് ചെയ്യണം. ഒരു ഡിഫറൻഷ്യൽ, ഒരു ചെറിയൊരു പാർട്ടിന് ഡി എസിനാണ്, ചെറിയൊരു ചേഞ്ച് ഇൻ എൻട്രോപ്പി, ചെറിയൊരു ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ആണ്. അപ്പം ഞാനത് കംപ്ലീറ്റ് ഇക്വേഷൻ കിട്ടണമെങ്കിൽ ഐ ഷുഡ് ഇൻ്റഗ്രേറ്റ് ഇറ്റ് അല്ലേ. സോ ഐ ഷുഡ് ഇൻ്റഗ്രേറ്റ് ഇറ്റ് ഫ്രം സേ ഡി എസിന് ഞാൻ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു, ഇൻ്റഗ്രൽ ഓഫ് ഡി എസ്. അപ്പോൾ ഫ്രം 1 to 2, S1 to S2, എൻട്രോപ്പി സ്റ്റേറ്റ് 1 to എൻട്രോപ്പി സ്റ്റേറ്റ് 2, ദാറ്റ് ഈസ് ഈക്വൽ ടു സി വി ഇൻറ്റു ഡി ടി ബൈ ടി ആണ്. അപ്പോൾ ടെമ്പറേച്ചറിൻ്റെ ഇൻ്റർവെൽ വരിക മേ ബി T1 to T2 ഡി ടി ബൈ ടി പ്ലസ് ആർ ഇൻറ്റു സ്പെസിഫിക് വോളിയമാണ്. അപ്പോൾ വോളിയം V1 to V2 ഡി വി ബൈ വി. ഞാൻ എന്ത് ചെയ്തു? ഈ സ്റ്റെപ്പിന് ശേഷം ഐ ആം ഇൻ്റഗ്രേറ്റിംഗ് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ആസ് വെൽ ആസ് റൈറ്റ് ഹാൻഡ് സൈഡ്. അങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും? ഡി എസിനെ എനിക്ക് ഡിഫറൻഷ്യൽ ഇൻ്റഗ്രേഷൻ ഉണ്ട്. അപ്പോൾ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഐ വിൽ ഗെറ്റ് മൈ ഇക്വേഷൻ ആസ് S2 മൈനസ് S1, S2 മൈനസ് S1 ദാറ്റ് ഈസ് ഈക്വൽ ടു സി വി കോൺസ്റ്റൻ്റ് ആണ്, സി വി 1 by t dt ആണ്. സോ ഇറ്റ് ഈസ് ലോഗരിതം ഓഫ് ln ഓഫ് T2 by T1. അപ്പർ ലിമിറ്റ് T2 ആണ്, ലോവർ ലിമിറ്റ് T1 ആണ്, പ്ലസ് ആർ ഇൻറ്റു ആർ കോൺസ്റ്റൻ്റ് ആണ്. ഇവിടെയും അതേപോലെ 1 by v dv ആണ്. സോ ഇറ്റ് ഈസ് ln, ഇറ്റ് വിൽ ബി ln, അപ്പർ ലിമിറ്റ് V2 ആണ്, V2 by V1. ക്ലിയർ ആണല്ലോ? ദിസ് ഈസ് ദ ഇക്വേഷൻ ഫോർ ചേഞ്ച് ഇൻ entropy. This is the equation for change in entropy for a gas in closed system. ഓക്കെ, ഇതിന് എനിക്ക് ഇക്വേഷൻ 1 എന്നിടാം. ഓക്കെ, നിങ്ങളത് നോട്ട് ചെയ്ത് വെക്കുക പേപ്പറിൽ. ഞാനിത് ഇറേസ് ചെയ്ത് കളയും. ഇതാണ് എൻ്റെ ഇക്വേഷൻ 1 എന്നുള്ളത്. ഇനി എനിക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ പ്രകാരം എനിക്ക് T2 by T1നെ വേറെ ടേംസിൽ എഴുതാം. അതേപോലെ വേറൊരു ഇക്വേഷൻ ഉണ്ടാക്കണമെങ്കിൽ V2 by V1നെയും എന്ത് ചെയ്യാം? എനിക്ക് വേറൊരു ടേംസിൽ എഴുതാം. അപ്പോൾ ഇതിൻ്റെ ഇനി അടുത്ത പ്രൊസീഡിങ് എങ്ങനെയാണെന്ന് ഞാൻ പറയുന്നത്. അതായത് എനിക്കറിയാം, സി ഐ ഹാവ് ദ ഇക്വേഷൻ P1 V1 by T1 ഈസ് ഈക്വൽ ടു P2 V2 by T2 അല്ല, ഇങ്ങനൊരു ഇക്വേഷൻ ഉണ്ട്. സോ ഇതൊരു 3 ഇക്വേഷനാണ് എനിക്ക് ഇതിൻ്റെ ബേസിൽ കിട്ടുക ഫോർ എ ക്ലോസ് സിസ്റ്റം. ഒന്നാമത്തെ ഇക്വേഷനാണ് ഇത്. രണ്ടാമത്തെ ഇക്വേഷൻ കിട്ടാൻ ഞാൻ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ, ഒന്നാമത്തെ ഈ ഇക്വേഷനിലെ T2 by T1നെ ഇവിടെ റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കൊരു ടേം കിട്ടും. ഏതാ കിട്ടുക? നമുക്ക് നോക്കാം. ഇറ്റ് ഇംപ്ലൈസ് ദാറ്റ് T2 by T1 ഈസ് ഈക്വൽ ടു P2 V2 by P1 V1. P1 V1 ഇങ്ങോട്ട് കൊണ്ടുവന്നു, T2നെ മുകളിൽ കൊണ്ടുവന്നു. അപ്പോൾ T2 by T1 കിട്ടും. P2 V2 by P1 V1. അത് ഇതിൻ്റെ ഉള്ളിലെ ബ്രാക്കറ്റിൽ ഈ ഒരു ടേമിനെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഒന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് മറ്റൊരു ഇക്വേഷൻ കിട്ടും. മൂന്നാമത്തെ ഇക്വേഷൻ കിട്ടാൻ എന്ത് ചെയ്യണം? ഈ ഇക്വേഷൻ 1ൽ തന്നെ V2 by V1 കാണാം. അപ്പോൾ ഇവിടെ കണ്ടോ, V2 ഉണ്ട്, V1 ഉണ്ട്. അപ്പോൾ V1ലേക്ക് താഴെ കൊണ്ടുവന്നാൽ ഐ വിൽ ഗെറ്റ് V2 by V1. സോ ഇറ്റ് വിൽ ബിക്കം P1 T2
divided by P2 T1. അതിനെയും നമ്മൾ ഇവിടെ ഇട്ട് കൊടുത്താൽ അടുത്ത സെറ്റ് ഓഫ് ഇക്വേഷൻ കിട്ടും. സോ ഐ വിൽ ഗെറ്റ് 3 ഇക്വേഷൻസ്. ഓക്കെ, ജസ്റ്റ് റീഅറേഞ്ച് ചെയ്താൽ മതി. ഈ ഫസ്റ്റത്തെ ഇക്വേഷൻ മാത്രം നമ്മൾ പ്രോപ്പറായിട്ട് ഡിറൈവ് ചെയ്തെന്നാൽ പിന്നെ ഈ ഒരു റിലേഷനും നമുക്ക് അറിയുമെങ്കിൽ നമുക്ക് മറ്റേ 2 ഇക്വേഷൻസും കൊണ്ടുവരാം. സോ നമുക്ക് ഓരോന്ന് നോക്കാം. നമുക്കിത് കിട്ടി T2 by T1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? P2 V2 by P1 V1 ആണ്. സോ ഈ ഇക്വേഷനിലേക്ക് ഞാനത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, സോ ഞാൻ ഇക്വേഷൻക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഞാൻ എന്താ ചെയ്തിട്ടുള്ളതെന്ന് ഈ സി വി എൽ എൻ T2ക്ക് പകരം സി വി എൽ എൻ ഓഫ് T2 by T1 കിട്ടിയിരുന്നത് P2 by P1 ഇൻറ്റു V2 by V1 പ്ലസ് ആ ബാക്കിയുള്ള ടേം എന്താണ്? RLN V2 by V1 അങ്ങനെ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. സോ S2 മൈനസ് S1 എന്ന് പറഞ്ഞിട്ട് ഈ റിലേഷൻ ആണെന്ന് പറഞ്ഞു. ആൻഡ് ഇത് മൾട്ടിപ്ലിക്കേഷൻ ആയതുകൊണ്ട് ഐ ക്യാൻ റൈറ്റ് ഇറ്റ് ഡൗൺ ആസ് an addition അല്ലേ? അപ്പോൾ എനിക്ക് എങ്ങനെ എഴുതാം? സി വി ഓഫ് എൽ എൻ P2 by P1 ഓക്കെ പ്ലസ് സി വി ഓഫ് എൽ എൻ V2 by V1 പ്ലസ് RLN V2 by V1. ഓക്കെ, ഇത് മൾട്ടിപ്ലിക്കേഷൻ ആണ്. സോ അതിനെ ബ്രാക്കറ്റ് ഓപ്പൺ അപ്പ് ചെയ്യുമ്പോൾ നാച്ചുറൽ ലോഗരിതം ആയതുകൊണ്ട് ഐ ക്യാൻ ആഡ് ഇറ്റ് അപ്പ്. സോ നൗ ഇതിൽ എന്ത് ചെയ്യാം? ഇവിടെ നമുക്ക് ശ്രദ്ധിച്ചാൽ അറിയാം LN V2 by V1 ഇവിടെയുണ്ട്, LN V2 by V1 ഇവിടെയുണ്ട്. സോ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ അങ്ങനെ തന്നെ സി വി ഓഫ് LN P2 by P1 പ്ലസ് സി വി LN V2 by V1 ഉം RLN V2 by V1. അപ്പോൾ LN V2 by V1 ഞാൻ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ബാക്കി ബ്രാക്കറ്റിൽ എന്തുണ്ടാവും? സി വി പ്ലസ് ആർ. I'll have CV plus R. ഈ CV plus R എന്ന് പറഞ്ഞാൽ എന്താ? It is CP അല്ലേ? CP minus CV is R. So CV plus R will be CP. അത് നിങ്ങൾക്ക് അറിയുന്ന ഇക്വേഷൻ ആണ്, ഞാൻ വീണ്ടും അത് പറയുന്നില്ല. So finally how I can write it down this equation is the final equation will be CV ln of P2 by P1 plus സി വി പ്ലസ് ആർ എന്ന് പറഞ്ഞാൽ സി പി ആണ്. സി പി എൽ എൻ വി ടു ബൈ വി വൺ. സി പി എൽ എൻ വി ടു ബൈ വി വൺ. ദിസ് ഈസ് അനദർ ഇക്വേഷൻ ഫോർ ചേഞ്ച് ഇൻ എൻട്രോപ്പി ഫോർ എ ക്ലോസ്ഡ് സിസ്റ്റം. നമ്മൾ നേരത്തെ കണ്ട ഇക്വേഷൻ്റെ അതേപോലെ തന്നെ, പക്ഷേ ചെറിയൊരു ചേഞ്ച് ഉണ്ട്. S2 minus S1 is equal to CV ln P2 by P1 plus CP ln V2 by V1. നേരത്തെ കണ്ട ഇക്വേഷൻ S2 minus S1 CV ln T2 by T1 plus R ln V2 by V1. അപ്പോൾ ഇവിടെ കുറച്ച് T2 by T1 നമ്മൾ ചേഞ്ച് ചെയ്തപ്പോൾ നമുക്ക് പുതിയൊരു സെറ്റ് ഓഫ് ഇക്വേഷൻ കിട്ടി ഇൻ ടേംസ് ഓഫ് പ്രഷർ ആൻഡ് സ്പെസിഫിക് വോളിയം. നേരത്തെ ടെമ്പറേച്ചർ ആൻഡ് സ്പെസിഫിക് വോളിയം ആയിരുന്നു. ഇനി ഇത് സെക്കൻഡ് ഇക്വേഷൻ. ഓക്കെ, ഇനി ഇതേപോലെ എനിക്ക് തേർഡ് ഇക്വേഷൻ കാണാം. എങ്ങനെ ഞാൻ പറഞ്ഞിരുന്നത്? എനിക്ക് V2 by V1 റീഅറേഞ്ച് ചെയ്താൽ എനിക്ക് പുതിയ സെറ്റ് ഓഫ് ഇക്വേഷൻ കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോൾ ആ ഇക്വേഷൻ എന്താണെന്നും കൂടെ നമുക്ക് നോക്കാം. സോ P1 V1 by T1 is equal to P2 V2 by T2 ആണ്. അപ്പോൾ ഇതിനെയാണ് ഞാൻ റീഅറേഞ്ച് ചെയ്യാൻ പോകുന്നത് V2 by V1. സോ V2 by V1 ആകുമ്പോൾ T2 ന്യൂമറേറ്ററിലേക്ക് പോകും, P2 താഴേക്ക് വരും. സോ V2 by V1 will be P1 by P2 into T2 by T1. സോ ഈ ടേം ആയിരിക്കും ഞാൻ ഈ ഇക്വേഷനിൽ V2 by V1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദെൻ ആഫ്റ്റർ റീഅറേഞ്ചിങ് ഐ വിൽ ഗെറ്റ് എ ന്യൂ ഇക്വേഷൻ. സോ ഞാൻ ആ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. S2 minus S1 is equal to CV ln T2 by T1 പ്ലസ് R of ln V2 by V1 അല്ല, V2 by V1 ഉള്ള പകരമുള്ള ടേം ഞാൻ ഇട്ടു. സോ ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആയതുകൊണ്ട് ഞാൻ ഈ ബോക്സ് ഒഴിവാക്കാൻ ഐ വിൽ എക്സ്പാൻഡ് ഇറ്റ്. സോ ഇറ്റ് വിൽ ബിക്കം അഡീഷൻ, കാരണം നാച്ചുറൽ ലോഗരിതമാണ്. R ln of P1 by P2 പ്ലസ് T2 by T1 പ്ലസ് R ln of T2 by T1. ഇനി ഈ ഫസ്റ്റ് രണ്ട് ടേമിൽ ln T2 by T1 എന്നുള്ള ഫസ്റ്റത്തെ ടേമിലും ln T2 by T1 ഉം അതേപോലെ ലാസ്റ്റത്തെ ടേമിലും ln T2 by T1 ഉം കോമൺ ആണ്. സോ ln T2 by T1 ഞാൻ കോമൺ ആയിട്ട് പുറത്തെടുത്തു കഴിഞ്ഞാൽ ഐ വിൽ ബാക്കി ബ്രാക്കറ്റിൽ ഉണ്ടാവുക എന്തായിരിക്കും? ഈ ഫസ്റ്റത്തെ രണ്ട് ടേം മാത്രം എടുത്തു കഴിഞ്ഞാൽ ഐ വിൽ ഹാവ് സി വി പ്ലസ് ആർ അഗെയിൻ അല്ലേ, പ്ലസ് ഈ ബാക്കിയുള്ള ടേം ഏതാ? R ln of P1 by P2
And again we know that Cv plus R എന്ന് പറഞ്ഞാൽ Cp ആണ്. So I can write down this equation as Cp ln of T2 by T1 plus R ln of P1 by P2. And this is another equation for entropy change, S2 minus S1. Another equation for entropy change. അപ്പോൾ നമ്മളിപ്പോൾ 3 ഇക്വേഷൻ കണ്ടു. ഇത് മൂന്നാമത്തെ ഇക്വേഷൻ ആണ്. ക്ലിയർ? ഇത് നമ്മുടെ മൂന്നാമത്തെ ഇക്വേഷൻ ആണ്. സോ ഫസ്റ്റ് ഇക്വേഷൻ നമുക്ക് കിട്ടിയത് മനസ്സിലായി. പിന്നെ സെക്കൻഡും തേർഡ് കിട്ടാൻ എന്ത് ചെയ്തു? നമ്മൾ സെക്കൻഡ് ഇക്വേഷൻ കിട്ടാൻ T2 by T1നെ നമ്മൾ റീഅറേഞ്ച് ചെയ്തിട്ട് പുതിയ ടേം ആക്കിയിട്ട് എഴുതി. അതുപോലെ തേർഡ് ഇക്വേഷൻ കിട്ടാൻ ഇതേ ഇക്വേഷനിൽ V2 by V1 നമ്മൾ റീഅറേഞ്ച് ചെയ്തു. ആ റീഅറേഞ്ച് ചെയ്യാൻ ഉപയോഗിച്ച ഇക്വേഷൻ ഏതാ? P1 V1 by T1 is equal to P2 V2 by T2. So these are the three equations for entropy change for a closed system. ഒരു സിസ്റ്റം ക്ലോസ്ഡ് ആയി കഴിഞ്ഞാൽ അതിൽ എൻട്രോപ്പി ചേഞ്ച് കാണാനുള്ള ഇക്വേഷൻ ആണ് ഇത്. ഈ ഒരു ഇക്വേഷൻ ആണ് ഡിറൈവ് ചെയ്തിട്ട് യൂണിവേഴ്സിറ്റിക്ക് ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ക്ലോസ്ഡ് സിസ്റ്റം ആയിട്ടുള്ള ക്ലോസ്ഡ് സിസ്റ്റത്തിന്റെ ചേഞ്ച് ഇൻ എൻട്രോപ്പിയുടെ ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ യൂണിവേഴ്സിറ്റിക്ക് ആസ് സച്ച് ചോദിച്ചിട്ടുണ്ട്. സോ ഇത് നിങ്ങൾ എഴുതി പഠിക്കണം. പറയുമ്പോൾ എളുപ്പം സിമ്പിളാണ്, ഡെറിവേഷനും സിമ്പിൾ തന്നെയാണ്. പക്ഷേ അറ്റ്ലീസ്റ്റ് വൺ ടൈം യു ഷുഡ് ട്രൈ. എന്നാൽ മാത്രമേ നിങ്ങൾക്കിത് എളുപ്പത്തിൽ ചെയ്യാൻ കഴിയുള്ളൂ. സോ നമ്മൾ ഇനി അടുത്തുള്ള വേരിയസ് പ്രോസസ്സുകൾ ഏതൊക്കെയാണ്, ആ പ്രോസസ്സിലുള്ള എൻട്രോപ്പി ചേഞ്ച് ആണ് നമ്മൾ ഇനി ഡീൽ ചെയ്യാൻ പോകുന്നത്. സോ ആദ്യം ഞാൻ എടുക്കാൻ പോകുന്നത് കോൺസ്റ്റന്റ് വോളിയം പ്രോസസ്സാണ്. ഓക്കെ, കോൺസ്റ്റന്റ് വോളിയം പ്രോസസ്. കോൺസ്റ്റന്റ് വോളിയം പ്രോസസ്. കോൺസ്റ്റന്റ് വോളിയം പ്രോസസ്സിലുള്ള എൻട്രോപ്പി ചേഞ്ച് എന്താണെന്നാണ് ഞാൻ ആദ്യം നോക്കാൻ പോകുന്നത്. സോ എനിക്കറിയാം കോൺസ്റ്റന്റ് വോളിയം പ്രോസസ് ആണെങ്കിൽ ഹീറ്റ് ട്രാൻസ്ഫർ Q ഈസ് ഈക്വൽ ടു MC ഡെൽറ്റ T. അപ്പോൾ M എന്ന് പറയുന്നത് നമ്മൾ യൂണിറ്റി ആയിട്ട് കൺസിഡർ ചെയ്യാം. ഇത് ഓൾറെഡി നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ ഫസ്റ്റ് മൊഡ്യൂൾ നമ്മൾ ഡിസ്കസ് ചെയ്താണ്. ഹീറ്റ് ട്രാൻസ്ഫർ ഇൻ എ കോൺസ്റ്റന്റ് വോളിയം പ്രോസസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് CV ഇൻറ്റു T2 മൈനസ് T1. അപ്പോൾ T2 എന്ന് പറയുന്നത് 2 ഡെസിഗ്നേറ്റ് ചെയ്യുന്നത് ഫൈനൽ സ്റ്റേറ്റ്, 1 ഡെസിഗ്നേറ്റ് ചെയ്യുന്നത് ഇനീഷ്യൽ സ്റ്റേറ്റ്. സോ ഇതാണ് ഹീറ്റ് ട്രാൻസ്ഫർ ഇക്വേഷൻ. ഞാൻ എന്തുകൊണ്ട് ക്യൂവിൻ്റെ കൺസിഡർ ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ എൻട്രോപ്പി ചേഞ്ച് എന്ന് പറയുമ്പോൾ dQ/T ആണ് നമ്മൾ പൊതുവേ ഐഡിയൽ കേസസിന് യൂസ് ചെയ്യാറുള്ളത്. സോ ഇതിനെനിക്ക് ഡിഫറൻഷ്യൽ ഫോമിൽ എഴുതുമ്പോൾ ഐ ക്യാൻ റൈറ്റ് ഇറ്റ് ഡൗൺ ആസ് dQ ഈസ് ഈക്വൽ ടു CV dt. ഓക്കെ, dQ ഈസ് ഈക്വൽ ടു CV കോൺസ്റ്റന്റ് ആണ്, ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ, ദാറ്റ് ഈസ് dt. ഇനി എന്ത് ചെയ്യണം? ഈ ഇക്വേഷനെ ഞാൻ ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും ടെമ്പറേച്ചർ വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുക. സോ ഐ വിൽ ഗെറ്റ് ഇറ്റ് dQ/T ഈസ് ഈക്വൽ ടു CV ഇൻറ്റു dt/T. ഓക്കെ, ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും എന്ത് ചെയ്തിട്ടുണ്ട്? ഞാൻ ടെമ്പറേച്ചർ വെച്ചിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇതിപ്പോൾ ഡിഫറൻഷ്യൽ ഫോമിലാണുള്ളത്. അപ്പോൾ ഇനി എനിക്ക് കറക്റ്റ് ഇക്വേഷൻ കിട്ടാൻ ഞാൻ എന്ത് ചെയ്യണം? ഞാനിതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നതിന് മുമ്പേ യു നോ ദാറ്റ് dQ/T ഈസ് ഈക്വൽ ടു CV dt/T എന്നാണ്. dQ/T എന്ത് തന്നെയാണ്? DS ആണ് അല്ലേ? ഇറ്റ് ഈസ് ചേഞ്ച് ഇൻ എൻട്രോപ്പി. സോ എനിക്ക് ഇക്വേഷൻ കിട്ടി. വാട്ട് ഡിഡ് ഐ ഗെറ്റ്? DS ഈസ് ഈക്വൽ ടു CV ഇൻറ്റു dt/T അല്ലെ? dQ/T എന്ന് പറഞ്ഞാൽ DS തന്നെയാണ്. സോ ദിസ് ഈസ് ദ ഇക്വേഷൻ വിച്ച് ഐ ഹാവ് ഗോട്ട്. സോ ഇനി ഈ ഇക്വേഷനെ ഞാൻ എന്ത് ചെയ്യണം? ഇൻ്റഗ്രേറ്റ് ചെയ്യണം. ഇൻ്റഗ്രേറ്റിംഗ് ഫ്രം പൊസിഷൻ 1 to 2 ഫോർ DS, that is equal to CV into again integral from 1 to 2 dt/T. So integrating DS from 1 to 2 എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? It implies I will get S2 minus S1 which is the entropy change. That is equal to CV into 1/T dt പറയുമ്പോൾ ഇന്റഗ്രൽ വരുമ്പോൾ it will become ln of upper limit T2 divided by T1. Okay, this is the entropy change equation for a constant volume process. S2 minus S1 is equal to CV ln T2/T1. Hope this is easy. വേറെ ബുദ്ധിമുട്ടില്ലല്ലോ. സോ കോൺസ്റ്റന്റ് വോളിയം പ്രോസസ്സിന്റെ എൻട്രോപ്പി ചേഞ്ച് എന്ന് പറഞ്ഞ ഇക്വേഷൻ ഇറ്റ് ഈസ് CV ln T2/T1. അപ്പോൾ ഒരു പ്രോബ്ലത്തിൽ എൻട്രോപ്പി ചേഞ്ച് ചോദിച്ചു കോൺസ്റ്റന്റ് വോളിയം പ്രോസസ്സിലാണെങ്കിൽ ദിസ് ഈസ് ദ ഇക്വേഷൻ ദാറ്റ് യു ക്യാൻ ഡയറക്ട്ലി അപ്ലൈ. ഓക്കെ, നമുക്കറിയാമെങ്കിൽ ഇഫ് ദ കേസസ് ആർ ദർ, ഈ ടെമ്പറേച്ചർ വാല്യൂസ് തരണം, അതുപോലെ CV വാല്യൂ ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ ഗ്യാസ് ഷുഡ് ബി ഗിവൺ. സോ അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാം? നമുക്ക് ഈ ഇക്വേഷൻ ഡയറക്ട്ലി നമുക്ക് യൂസ് ചെയ്യാം. ഇനി നെക്സ്റ്റ് വിൽ ബി ഡൂയിങ് ഫോർ കോൺസ്റ്റന്റ് പ്രഷർ പ്രോസസ്.
ഫോർ എ കോൺസ്റ്റന്റ് പ്രഷർ പ്രോസസ്, അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫോർ എ കോൺസ്റ്റന്റ് പ്രഷർ പ്രോസസ്. കോൺസ്റ്റന്റ് പ്രഷർ പ്രോസസ്. സോ കോൺസ്റ്റന്റ് പ്രഷർ പ്രോസസ്സിലെ ഹീറ്റ് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ നേരത്തെ സിമിലർ ആണ്, പക്ഷെ സി വി ആവില്ല കിട്ടുക, സി പി ആണ് കിട്ടുക. സി പി ഇൻറ്റു T2 മൈനസ് T1. സോ അതിന് ഡിഫറൻഷ്യൽ ഫോമിൽ എഴുതുമ്പോൾ ഇറ്റ് ഈസ് ഡി ക്യു ഈസ് ഈക്വൽ ടു സി പി ഡി ടി. Now what will I do? സെയിം പ്രൊസീജിയർ തന്നെ. എന്താണ്, ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും ഞാൻ എന്ത് ചെയ്യണം, ടെമ്പറേച്ചർ വെച്ചിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഐ വിൽ ഗെറ്റ് ദ ഇക്വേഷൻ ഇൻ ദിസ് ഫോം ഡി ടി ബൈ ടി. അതിൽ ഡി ക്യു ബൈ ടി എന്ന് പറഞ്ഞാൽ എന്താണ്, ഡി എസ് ആണ് അല്ലേ. ദാറ്റ് ഈസ് ഈക്വൽ ടു സി പി ഇൻറ്റു ഡി ടി ബൈ ടി. ഞാൻ ഇനി എന്ത് ചെയ്യണം, ഇൻ്റഗ്രേറ്റ് ചെയ്യണം. ഇൻ്റഗ്രേറ്റിംഗ് ഡി എസ് ഫ്രം 1 to 2, ഇൻ്റഗ്രേറ്റിംഗ് ദിസ് ഇക്വേഷൻ. That is equal to Cp into integral of 1 to 2 dt by t. ഈ സി പിനെ പുറത്ത് ഇൻ്റഗ്രലിൻ്റെ പുറത്തേക്ക് കൊണ്ടുവരാൻ കാരണം സി പി എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആണ്. സോ ഈവൻ ഇഫ് വി ഇൻ്റഗ്രേറ്റ് വിൽ ഗെറ്റ് ദ സെയിം വാല്യൂ. അപ്പം അതുകൊണ്ടാണ് ഞാൻ സി പി, ഐ നോ യു ഗൈസ് ബി നോയിങ് ദാറ്റ്. ഏതെങ്കിലും ഒരു സ്റ്റുഡൻറ്റിന് അത് മനസ്സിലായിട്ടില്ലെങ്കിൽ അവർക്കൊരു അവയർനെസ് വേണ്ടി മാത്രം പറഞ്ഞതാണ്. സോ ഞാൻ ഫൈനലി ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വാട്ട് വിൽ ബി മൈ ഫൈനൽ ഇക്വേഷൻ? ഇറ്റ് വിൽ ബിക്കം S2 minus S1 is equal to Cp ln of T2 by T1. This is the entropy change equation for a constant pressure process. സിമ്പിൾ അല്ലേ, വളരെ എളുപ്പമാണ്. നേരത്തെ കോൺസ്റ്റന്റ് വോളിയത്തിലായിരുന്നപ്പോൾ സി പിക്ക് പകരം സി ബി ആയിരുന്നു. കോൺസ്റ്റന്റ് പ്രഷർ ആയതുകൊണ്ട് എന്തായി, നമ്മൾ സി പി ആയിട്ട് എടുത്തു. നൗ നെക്സ്റ്റ് വി വിൽ ബി ഡിസ്കസിങ് ഐസോതെർമൽ പ്രോസസ്സിലുള്ള എൻട്രോപ്പി ചേഞ്ച്. Isothermal process. Isothermal process means process where the temperatures are constant. അപ്പോൾ ഐസോതെർമൽ പ്രോസസ്സിലുള്ള എൻട്രോപ്പി ചേഞ്ച് ആണ് ഞാൻ അടുത്തത് ഡിറൈവ് ചെയ്യാൻ പോകുന്നത്. സോ ഐസോതെർമൽ പ്രോസസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ഹീറ്റ് ട്രാൻസ്ഫർ എന്ന് തന്നെ ആയിരിക്കും വർക്ക് ട്രാൻസ്ഫർ. Q will be the same as that of W and the equation was given as P1 V1 ln of V2 by V1. നമ്മളിത് പഠിച്ചിട്ടുണ്ട്, ഫസ്റ്റ് മൊഡ്യൂൾ തന്നെ ഈ ഇക്വേഷൻസ് പഠിച്ചിട്ടുണ്ട്. സോ അതെപ്പോഴും നമ്മൾ ഓർത്ത് വെക്കണം. ഈ ഒരു ഇക്വേഷൻ എങ്ങനെ വന്നു ഇനിയും ഡിറൈവ് ചെയ്യാതെ വെക്കാൻ അല്ലെങ്കിൽ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലെന്ന് തോന്നുന്നു. ഓൾറെഡി വി ഹാഡ് ഡിസ്കസ്ഡ് ഇൻ ദി വെരി പ്രീമിയർ ക്ലാസ്സസ്. സോ P1 V1 ln V2 by V1. സോ P1 V1 എങ്ങനെ എനിക്ക് എഴുതാം? ഐ ക്യാൻ ഓൾസോ റൈറ്റ് ഇറ്റ് ഡൗൺ ആസ് R T1 ln of V2 by V1. അതെന്തുകൊണ്ടാണ്? കാരണം PV ഈസ് ഈക്വൽ ടു ആർ ടി എന്ന ഇക്വേഷൻ നമുക്കറിയാം. സോ അതിൽ PV എന്ന് പറഞ്ഞാൽ RT ആണെങ്കിൽ P1 V1 വിൽ ബി ഈക്വൽ ടു RT1. R ഈസ് എ ക്യാരക്ടറിസ്റ്റിക് ഗ്യാസ് കോൺസ്റ്റന്റ്, സോ ഇറ്റ് ഈസ് എ കോൺസ്റ്റന്റ് വാല്യൂ RT1 അല്ലേ. സോ ഐ ക്യാൻ റൈറ്റ് ഇറ്റ് ഡൗൺ Q ഈസ് ഈക്വൽ ടു RT1. ഇനി എനിക്കറിയാം ഐ ക്യാൻ റൈറ്റ് Q ആസ് T ഇൻറ്റു ഡി എസ് അല്ലേ. Q ബൈ ടി ആണ് ഡി എസ് എന്ന് പറഞ്ഞു. Qന് എനിക്ക് T ഇൻറ്റു ഡി എസ് എഴുതാം, ഓർ ഡിഫറൻഷ്യൽ ഒഴിവാക്കിയാൽ T ഇൻറ്റു S2 മൈനസ് S1 ആണ് Q എന്ന് എനിക്ക് പറയാം. Q ഈസ് ഈക്വൽ ടു T ഇൻറ്റു S2 മൈനസ് S1 ആണ് എനിക്ക് പറയാം. സോ ഐ എം സബ്സ്റ്റിറ്റ്യൂട്ടിങ് ദിസ് വാല്യൂ ഓവർ ഹിയർ. ഈ Qന് പകരം ഞാൻ ഈ വാല്യൂ ഇടാണ്. സോ ഐ ഗെറ്റ് T ഇൻറ്റു S2 മൈനസ് S1 ഈസ് ഈക്വൽ ടു R ഓഫ് T1 ln V2 by V1. അപ്പോൾ ഈ 1 2 ഡെസിഗ്നേറ്റ് ചെയ്യുന്നത് ഫസ്റ്റ് പൊസിഷൻ ആൻഡ് ഫൈനൽ പൊസിഷൻ ആ അർത്ഥത്തിലാണ് കേട്ടോ. ഓക്കെ, സോ T ഇൻറ്റു S2 മൈനസ് S1 ദാറ്റ് ഇസ് ഈക്വൽ ടു R ഇൻറ്റു T1 ln V2 by V1. അപ്പോൾ എനിക്ക് എൻട്രോപ്പി ചേഞ്ച് കിട്ടാൻ എന്ത് ചെയ്യണം? ഈ ടെമ്പറേച്ചറിനെ താഴേക്ക് കൊണ്ടുവന്നാൽ മതി. സോ ഐ ക്യാൻ റൈറ്റ് ഇറ്റ് ഡൗൺ ആസ് S2 മൈനസ് S1 ഈസ് ഈക്വൽ ടു R ഇൻറ്റു T1 ഇൻറ്റു ln V2 by V1 ഡിവൈഡഡ് ബൈ ഈ ടെമ്പറേച്ചറിനെ താഴേക്ക് കൊണ്ടുവരും ഡിവൈഡഡ് ഇറ്റ് വിൽ ബിക്കം ടി കിട്ടും. ഇനി ഏത് പ്രോസസ്സിലാണ് നമ്മളിത് ഈ ഇക്വേഷൻ ഡിറൈവ് ചെയ്യുന്നത്? ഐസോതെർമൽ പ്രോസസ്സാണ് അല്ലേ. ഐസോതെർമൽ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ആ പ്രോസസ്സ് നടക്കുമ്പോൾ ത്രൂ ഔട്ട് ടെമ്പറേച്ചേഴ്സ് സെയിം ആയിരിക്കും. അപ്പോൾ ഈ ടെമ്പറേച്ചറും സെയിം ആണ്, അത് ക്യാൻസൽ ഔട്ട് ആവും. സോ ഫൈനലി ഐ ക്യാൻ റൈറ്റ് ഡൗൺ ആസ് ദ ചേഞ്ച് ഇൻ എൻട്രോപ്പി ഫോർ ആൻ ഐസോതെർമൽ പ്രോസസ് ഈസ് ഗിവൺ ആസ് R into ln of V2 divided by V1. This is the entropy change equation for an isothermal process. ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയ ഒരു പ്രോസസ്സിനാണെങ്കിൽ ഇതാണ് എന്ത്
നമ്മുടെ എൻട്രോപ്പി ചേഞ്ചിന്റെ ഇക്വേഷൻ. ഓക്കെ, now next we will be discussing on two more processes are pending. രണ്ട് പ്രോസസ്സ്, ഒന്ന് ഐസെൻട്രോപിക് പ്രോസസ്സും മറ്റൊന്ന് പോളിട്രോപിക് പ്രോസസ്. So first we will go for isentropic process. So ഐസെൻട്രോപിക് പ്രോസസ്സിന്റെ മറ്റൊരു പേരാണ് റിവേഴ്സിബിൾ അഡിയബാറ്റിക് പ്രോസസ്. സോ നമ്മളിവിടെ എന്താ ചെയ്യുന്നത്, എൻട്രോപ്പി ചേഞ്ച് കാണാനാണ് ഉദ്ദേശിക്കുന്നത് അല്ലേ. S2 മൈനസ് S1 വാല്യൂ എന്താണെന്ന് കാണാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഐസെൻട്രോപ്പി എന്ന് പറഞ്ഞാൽ എന്താ, എൻട്രോപ്പി ഈസ് കോൺസ്റ്റന്റ് അല്ലേ. ഒരു പ്രോസസ് 1 to 2 ഐസെൻട്രോപ്പിക്കലി നടന്നു കഴിഞ്ഞാൽ അതിനർത്ഥം അതിന്റെ സ്റ്റാർട്ടിങ് തുടങ്ങുമ്പോഴുള്ള എൻട്രോപ്പി തന്നെയായിരിക്കും അവസാനിക്കുമ്പോഴും. സോ S2 മൈനസ് S1 ചേഞ്ച് എന്തായിരിക്കും, ദാറ്റ് വിൽ ബി 0 അല്ലേ. സോ ഒരു ഐസെൻട്രോപിക് പ്രോസസ് ആണെങ്കിൽ ചേഞ്ച് ഇൻ എൻട്രോപ്പി അല്ലെങ്കിൽ എൻട്രോപ്പി ചേഞ്ച് എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും, 0 തന്നെ ആയിരിക്കും. സോ ഐസെൻട്രോപിക് പ്രോസസ്സിന്റെ മറ്റൊരു പേരാണ് റിവേഴ്സിബിൾ അഡിയബാറ്റിക് പ്രോസസ്. സോ അതിന്റെ S2 മൈനസ് S1 എൻട്രോപ്പി ചേഞ്ച് നമ്മൾ മനസ്സിലാക്കി. ഇനി ലാസ്റ്റ് ഉള്ളത് പോളിട്രോപിക് പ്രോസസ് ആണ്. പോളിട്രോപിക് പ്രോസസ്. സോ പോളിട്രോപിക് പ്രോസസ്സിന്റെ എൻട്രോപ്പി ചേഞ്ച് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ക്ലോസ്ഡ് സിസ്റ്റത്തിന്റെ എൻട്രോപ്പി ചേഞ്ച് ഡിറൈവ് ചെയ്തില്ലേ, അത് തന്നെയാണ് പോളിട്രോപിക് പ്രോസസ്സിന്റെ എൻട്രോപ്പി ചേഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഡിറൈവ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് കിട്ടിയത് S2 മൈനസ് S1 ഈസ് ഈക്വൽ ടു CV ടൈംസ് ln ഓഫ് T2 ബൈ T1 പ്ലസ് Rln ഓഫ് V2 by V1. This itself is the equation for polytropic പ്രോസസ്സിലുള്ള എൻട്രോപ്പി ചേഞ്ച്. പിന്നെ നമ്മൾ റീഅറേഞ്ച് ചെയ്തപ്പോൾ, അതായത് T2 T1 വേറൊരു ടേം നമ്മൾ മാറിയിട്ടപ്പോൾ നമുക്ക് കിട്ടിയ പുതിയ ഇക്വേഷൻ എന്തായിരുന്നു, ദാറ്റ് വാസ് S2 മൈനസ് S1 ഈസ് ഈക്വൽ ടു CV ടൈംസ് ln ഓഫ് P2 ബൈ P1 പ്ലസ് CP ln ഓഫ് V2 ബൈ V1. അതുപോലെ ഈ ഫസ്റ്റ് ഇക്വേഷനിൽ V2 ബൈ V1 നമ്മൾ റീഅറേഞ്ച് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ മൂന്നാമത്തെ ഇക്വേഷൻ എന്തായിരുന്നു, S2 മൈനസ് S1 ഈസ് ഈക്വൽ ടു CP ln ഓഫ് T2 ബൈ T1 പ്ലസ് it was plus Rln ഓഫ് P1 ബൈ P2. ഓക്കെ, ഇനി നമ്മൾ ഈ ടേംസിനെ ഇപ്പോൾ P1 ബൈ P2 പകരം എനിക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, അതൊന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിനെനിക്ക് നെഗറ്റീവ് സൈൻ ഒക്കെ ഇടാം അല്ലേ. അപ്പോൾ T2 ബൈ P1 ബൈ P2 പകരം P2 ബൈ P1 എന്നൊക്കെ റീഅറേഞ്ച് ചെയ്യുമ്പോൾ അക്കോർഡിംഗ്ലി ദ സൈൻസ് മേ ഗെറ്റ് ചേഞ്ച്ഡ്. ഇപ്പോൾ എനിക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഞാനത് പ്രത്യേകം എടുത്തു പറയാൻ കാരണം, ഇപ്പോൾ ഇവിടെയൊക്കെ നമുക്ക് ന്യൂമറേറ്ററിൽ T2 V2, താഴെയാണ് T1 V1, ഇവിടെ P2 V2, താഴെയാണ് P1 V1. ഇപ്പോൾ ഇവിടെ മാത്രം നമുക്ക് T2 ബൈ T1 പിന്നെ മുകളിൽ 1 വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ P1 ബൈ P2 ആണെങ്കിൽ ഇറ്റ് വിൽ ബിക്കം പ്ലസ്. അതല്ല ഞാൻ അതിനെ തിരിച്ചിടുകയാണെങ്കിൽ ln P2 ബൈ P1 എന്നാക്കി കഴിഞ്ഞാൽ ഈ പ്ലസിന് പകരം ഇവിടെ ചിഹ്നം എന്ത് വരും, മൈനസ് വരും. മൈനസിന് തിരിച്ചു കിട്ടിയിട്ട് ഇറ്റ് വിൽ ബിക്കം P1 ബൈ P2. സോ ആ ഒരു ടേംസ് നിങ്ങൾ ഒരേ ഓർഡറിൽ ഓർത്ത് വെക്കാൻ, 2ന്റെ ടേംസ് ഫൈനൽ സ്റ്റേറ്റ് ന്യൂമറേറ്റേഴ്സ് വരുമ്പോൾ ഇവിടെ 2 പ്ലസും ഇവിടെ മൈനസും വരും, അത് ശ്രദ്ധിച്ചാൽ മതി. അതല്ല നിങ്ങൾക്കത് അതിൻ്റെ ഓർഡർ അനുസരിച്ച് കാണാപ്പാഠം പഠിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെയും ചെയ്യാം. കാണാപ്പാഠം പഠിക്കേണ്ട ആവശ്യമില്ല, ഇത് നിങ്ങൾക്ക് ഡിറൈവ് ചെയ്ത് കൊണ്ടുവരാവുന്നേ ഉള്ളൂ. ഫസ്റ്റ് ഇക്വേഷൻ അറിയാമെങ്കിൽ മറ്റുള്ളത് നിങ്ങൾക്ക് എളുപ്പത്തിൽ ഡിറൈവ് ചെയ്ത് കൊണ്ടുവരാവുന്നേ ഉള്ളൂ. സോ ഈ 3 ഇക്വേഷൻ തന്നെയാണ് ഒരു പോളിട്രോപിക് പ്രോസസ്സിൻ്റെയും എൻട്രോപ്പി ചേഞ്ച് എന്ന് പറയുന്നതുള്ളത്. സോ എൻട്രോപ്പിയുമായി ബന്ധപ്പെട്ട് നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. ആൻഡ് ദെൻ after in the next video we will be discussing some problems with entropy, and problems with entropy are really serious. വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ടതും, നന്നായിട്ട് കൺസെപ്റ്റ് മനസ്സിലാക്കി ഒരുപാട് പ്രോബ്ലം ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ എൻട്രോപ്പിയുടെ പ്രോബ്ലംസ് നമുക്ക് മനസ്സിലാവുള്ളൂ. സോ മോർ അബൌട്ട് ദോസ് പ്രോബ്ലംസ് വിൽ ബി ഡിസ്കസ്ഡ് ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. സോ താങ്ക് യു ഓൾ.